ഇന്ന് രാവിലെ അതിനൊരു പ്രത്യേക സന്തോഷത്തോടെയാണ് കേട്ടോ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഉറക്കച്ചടവുണ്ട്. എന്തായാലും രാവിലെ അധികം ഒരുപാട് പണിയൊന്നും ഇല്ല കേട്ടോ. കാരണം ഇന്നലത്തെ നെയ്ച്ചോറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കുവിന് അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇനി ചോറും കറിയൊന്നും ഉണ്ടാക്കണ്ട, ഞങ്ങളിന്ന് വീട്ടിൽ പോവുകയാണേ. അതാണ് കേട്ടോ ഒരു സന്തോഷം ഉണ്ടായിരുന്നത്. ഇത് എപ്പോഴും പറയും കേട്ടോ, നിനക്ക് എന്താണെങ്കിലും വീട്ടിൽ പോണ ദിവസം എന്തായിരുന്നു എല്ലാം പെട്ടെന്ന് ചെയ്യുന്നു കേട്ടോ. കാരണം നമുക്ക് അതൊരു പ്രത്യേക ഒരു സന്തോഷമാണ് എല്ലാവരും വീട്ടിൽ പോകണ ആ ഒരു ദിവസം. ഇക്കും എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാൻ നിനക്ക് ഭയങ്കര സ്പീഡായിരിക്കും, പക്ഷെ തിരിച്ച് വരാൻ അവിടെ നിന്ന് വരാനായിട്ട് നിനക്ക് ഇത്തിരി പാടാണ്. നീ എല്ലാം പതുക്കെ ചെയ്യത്തുള്ളൂ, കറങ്ങി നടക്കൂ എന്നൊക്കെ പറയും കേട്ടോ ഇക്കും. അങ്ങനത്തെ പിന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടെ കുറച്ച് നേരം നിൽക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട് എനിക്ക്. അങ്ങനത്തെ അവിടെയൊക്കെ കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ കാപ്പി തിളപ്പിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് ഓഫ് ചെയ്തിട്ട് പിന്നെ ഫ്രണ്ടിൽ ഡോറ് തുറന്നിട്ട് കുറച്ച് നേരം അവിടെ പോയി നിന്നിട്ടുണ്ടായിരുന്നേ. ചെടിയൊക്കെ നോക്കി നിൽക്കാനായിട്ട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ചെടിയൊക്കെ നോക്കി അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എന്താണേലും ഇനിയിപ്പോൾ ചായക്ക് ഇക്കുവിന് മാത്രം ഉണ്ടാക്കിയാൽ മതി, ഞങ്ങളിനി വീട്ടിൽ ചെന്നിട്ടൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അധികം വേറെ പണിയൊന്നുമില്ല. നെയ്ച്ചോറൊന്ന് കുക്കറിലൊന്ന് എടുത്ത് ഒന്നും കൂടെ ഒരു വിസിലടിച്ച് എടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുമേ. അങ്ങനെ പിന്നെ ഞാൻ ചായ കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനത്തെ കാപ്പി കുടിക്കുവാണ് കേട്ടോ. ഈ ഒരു നാൻകിട്ട് മോള് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഇതിലിങ്ങനെ നമ്മൾ ഈ കാപ്പിയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ആ ഒരു നാൻകിട്ടേക്ക്. അങ്ങനത്തെ അതൊക്കെ കഴിക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ ഇക്കുവിനുള്ള ചായയും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഇക്കുവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുളിക്കാൻ പോണതിന് മുമ്പ് പിള്ളേരെയും കൂടി വിളിച്ചേക്കണമെന്നേ. അപ്പോൾ എനിക്ക് കുറച്ച് അലക്കാനുണ്ടായിരുന്നു. അങ്ങനെ അലക്കാനായിട്ട് ഞാൻ മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ കോവലിൻ്റെ അടുത്ത് നിന്ന് പോയി നോക്കുവാണ്. ഞാൻ ആ വള്ളിയൊക്കെ ഒന്ന് കയറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കോവയ്ക്കൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ചധികം ഉണ്ടായിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി നന്നായിട്ട് വലുതാണ് കോവയ്ക്കാണ്. അങ്ങനെ കുറച്ചുകൂടി വലുതായാലും നമുക്കത് പറിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഇതിട്ടിട്ട് ഒന്നുകൂടി മെഷീനിൽ ഒന്നും കൂടി ഇട്ടിട്ട് പിന്നെ ഇത് ബാക്കി ചെയ്ത പാത്രങ്ങളെല്ലാം ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു. ഇക്കൊന്നുള്ള ചോറും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകി അവിടെ എല്ലാം ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ നമുക്ക് ആ തുണി വിരിച്ചിട്ട് പിള്ളേരെയൊക്കെ റെഡിയാക്കി എടുക്കണം കേട്ടോ. രാവിലെ വേറെ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, ബാക്കിയെല്ലാം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇക്കുവിനുള്ള എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ദോശയും ചിട്ട് ഒരു ഓംലെറ്റും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ കറി കൂട്ടി കഴിച്ചോളൂ കേട്ടോ ആള്. അപ്പോൾ പിന്നെ ഉണ്ടായിരുന്ന തുണിയെല്ലാം എടുത്ത് ഞാൻ വിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പിള്ളേർ അവിടെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ അവരോട് ഞാൻ ഓരോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, എഴുന്നേക്ക് പല്ലൊക്കെ തേച്ചിട്ട് വായോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരത് പല്ലൊക്കെ തേക്കാൻ പോകാം ഉമ്മി എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈക്കിൾ കണ്ടപ്പോഴേക്കും സൈക്കിളിൻ്റെ പുറത്തിട്ട് കയറിയിട്ട് ഓടി വന്നിട്ടുണ്ട് കേട്ടോ രണ്ടുപേരും. അങ്ങനെ പിന്നെ അവരും പെട്ടെന്ന് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ റെഡിയായിട്ട് ഞങ്ങൾ പോകാൻ പോവാണ് കേട്ടോ. അതെല്ലാം സെറ്റായിട്ടുണ്ട്, ഞങ്ങളിത് പോകാൻ പോവുകയാണേ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.